സലാലയാണ് കേട്ടോ, സലാല. കേരളമല്ല, സലാല. പണ്ട് നാട്ടിലിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പം അതിനൊന്നും വലിയ സൗന്ദര്യം തോന്നിയിരുന്നില്ല. അപ്പം നാടെല്ലാം വിട്ട് അന്യനാട്ടിലെത്തിയപ്പോഴാണ് അതിനൊക്കെ സൗന്ദര്യം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ഒരു വാഴ കണ്ടാലും ഭയങ്കര സൗന്ദര്യമായിരിക്കും. പിന്നെ ആ ഒരു തോട്ടത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ അറിഞ്ഞ് നടക്കണം. കൂടുതലും റോബസ്റ്റയാണ് വാഴ കൂടുതലും റോബസ്റ്റയാണ്. വെള്ളം, അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. കണ്ണീര് പോലത്തെ വെള്ളം ഒഴുകുന്നുണ്ട്. അയ്യോ, വെള്ളയ്ക്ക എത്ര നാളായി കണ്ടിട്ട്. സുഖമാണോ വെള്ളയ്ക്ക? പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് വഴിയിലിറണം കിടന്ന് കിട്ടിയാൽ അത് തട്ടി പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് സ്കൂളിൽ ചെല്ലും. ഇതൊക്കെ കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. അയ്യോ, ഇത് കാണുമ്പോൾ ഓർമ്മ വന്നത് പണ്ട് നെല്ല് കൊയ്ത കണ്ട കുറ്റി, നെല്ലിൻ്റെ കുറ്റി നിൽക്കുന്നത്, കച്ചിക്കുറ്റി നിൽക്കുന്നത്. നമുക്ക് ഈ വെള്ളത്തിൻ്റെ വേഗത എന്നറിയാം. ഈ വെള്ളയ്ക്കാന്ന് ഇട്ട് നോക്കാം. വെള്ളയ്ക്ക പോയ പോക്ക് ഉണ്ടാ. അത് പണ്ട് ആൾക്കാർ പറയത്തില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന്. അപ്പോൾ അന്നൊന്നും ഇതിനൊന്നും വലിയ സൗന്ദര്യം ഇല്ലായിരുന്നു. പിന്നെ സൗന്ദര്യം കൂടാൻ വേറെ കാര്യമുണ്ട്. മൊബൈലും സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴാണ് സൗന്ദര്യം കുറച്ചുകൂടെ കൂടിയത്. ഇതൊന്നുമില്ല, ഇപ്പോഴും പിന്നെ സൗന്ദര്യമൊന്നും ഇല്ലെന്നേ പറയത്തുള്ളൂ ആൾക്കാർ. ഇങ്ങനെ നടന്ന് വഴിക്ക് പോകാൻ നോക്കി. അതുപോലെ പട്ടികളുണ്ടെങ്കിൽ പിന്നെ നോക്കുക. ചെന്തങ്ങ് കുലച്ച പോലെ. പണ്ട് വീട്ടിലെ പപ്പായ മീൻസ് കപ്പയ്ക്ക് അണ്ണാൻ കൊത്തി അല്ലേ കാക്ക കൊത്തി താഴെ വീണാൽ പോലും എടുത്ത് തിന്നാത്ത സാധനം ഇപ്പം ഇവിടെ വന്നിട്ട് ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞു. അതൊന്നും വേണ്ട ആർക്കും. കപ്പയ്ക്ക, അതായത് പപ്പായ ആർക്കും വേണ്ട. അത് കഴിക്കുന്നത് ചിലപ്പോൾ നാണക്കേടായിരുന്നു നമ്മൾ. ഇപ്പോഴോ ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നു. ഇതാണ് എല്ലാവരും പറയുന്നത് ഒമാനിലെ സലാല. ഇതല്ല കേട്ടോ സലാല, ഇത് സലാലയാണ്. സലാലയിലെ ഒരു തോട്ടം മാത്രമാണത്. സലാലയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ഇവിടുത്തെ സീസണിൽ തന്നെ വരണം. നമ്മുടെ മൂന്നാറിനെ പോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് വേറെ. ഇതിപ്പം നമ്മൾ ജസ്റ്റ് കരിക്ക് കുടിക്കാൻ വന്നെടുത്ത ഒരു തോട്ടം മാത്രമാണ്. സെലന്തി പോലെ ആയിട്ടല്ലായി. ഓക്കെ, ഇതാണ് സലാലയിലെ ഒരു തോട്ടം.
റോബസ്റ്റാണ് ഏറ്റവും കൂടുതലുള്ള വാഴ റോബസ്റ്റാണ്. പണ്ട് വീട്ടിൻ്റെ അവിടെയൊക്കെ വാഴ കുലയ്ക്കുമ്പോൾ ഈ ഒരു കാഴ്ച, വാഴ കൂമ്പ് വരുന്നത്, കൂമ്പ് വരുന്നത്, കുലയ്ക്കാൻ പോകുന്നു, അതിൻ്റെ വാഴയുടെ ഈ കൂമ്പിൻ്റെ ഈ കാണുന്ന പോള എടുത്തിട്ട് വെള്ളത്തിനകത്ത് വള്ളം പോലെ ഒഴുക്കി വിടുക, അതുപോലെ ഇതിൽ നിന്ന് തേൻ കുടിക്കുക. എന്തൊക്കെയായിരുന്നു നിൽക്കുന്നത്, തേൻ കുടിക്കാൻ പറ്റിയ സാധനം. അത് പാളയംകോടിനാണ് കേട്ടോ. പപ്പായെല്ലാം പഴുത്തിയിട്ടുണ്ട്. ചീരത്തോട്ടം സത്യം പറയാണ്ട് ഇത് കണ്ടപ്പോൾ ഉള്ള ഭയങ്കര നൊസ്റ്റാൾജിയാണെന്ന് വെച്ചാൽ രക്ഷയില്ല. വെള്ളയ്ക്ക ഇവിടെ എവിടെയൊക്കെ നടത്തത്. ഈ വെള്ളയ്ക്കകത്ത് കമ്പിട്ടിട്ട് വണ്ടി ഓടിച്ച കാലം. വെറ്റയാണ് കേട്ടോ, വെറ്റയാണ്. കുരുമുളകാണ് വെറ്റാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. വെറ്റായിരിക്കും അറിയാൻ പറ്റും, എല്ലാവരും ഞാനൊന്നും പറയാൻ പറ്റും. വെറ്റക്കൊടി പല വലുപ്പത്തിലുള്ള കറിവേപ്പ് നോക്കുന്നു. കറിവേപ്പല്ലേ, കറിവേപ്പല്ല കേട്ടോ, വേറെ എന്തോ. കറിവേപ്പിൻ്റെ വേറെ ഇട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് നേരത്തെ സലാല ഒരു തോട്ടത്തിൻ്റെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഈ സാധനം അറിയാവോ, ഡ്രസ്സിനകത്തൊക്കെ പിടിക്കും ഈ സാധനം, ഉള്ളുപോലെ. സാധാരണ തെങ്ങൊക്കെ ശ്രീലങ്കൻ അല്ലെങ്കിൽ ഒരു തമിഴ്നാട് തമിഴ്നാട്ടിലൊക്കെ ഉള്ള തെങ്ങിൻ്റെ ഒരു സെറ്റപ്പുണ്ട്, മനസ്സിലായി. ആ ഒരു രൂപഭംഗിയാണ്, രൂപമാണ്. തെങ്ങിൻ്റെ ഓലയ്ക്കായാലും തെങ്ങിൻ്റെ ചൂടിനായാലും എല്ലാം ഒരു ശ്രീലങ്കൻ തമിഴ്നാട് രൂപമാണുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരു സെറ്റപ്പല്ല, നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ ഒരു സൗന്ദര്യമല്ല ഇതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശരി, ഇതുപോലത്തെ ഒരു നല്ല കാഴ്ചയുമായി വീണ്ടും കാണാം.